PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള ക്ലാസ്സാണ്. അത് SCRT ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കാലത്ത് 9 മണിക്ക് സയൻസ്. ഇപ്പം നമ്മൾ ബയോളജിയിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതും SCRT ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ കാലത്ത് 12 മണിക്ക് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അത് കഴിഞ്ഞാൽ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 3 മണിക്ക് നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ചയിൽ 3 കൂടെ കവറാകുന്ന ഒരു രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ഓക്കെ. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ലൈവായിട്ട്. അത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് ഏതൊക്കെ സബ്ജക്ട്സ് ആണോ പഠിപ്പിക്കുന്നത്, അതായത് ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോളജി, ആ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് 2021, 22, 23, 24 ഈ 4 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ചെറിയ കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് ലൈവായിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ 6 ക്ലാസ്സുകളും നല്ല രീതിയിൽ തന്നെ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാം. പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. കാരണം ടെലിഗ്രാമിലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിൽ പഠിക്കണം കൃത്യമായ ഒരു ഓർഡറിൽ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നതും പോൾസ് തരുന്നതും PDF തരുന്നതും, നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ PDF ഒക്കെ നമ്മൾ ടെലിഗ്രാം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശതമാനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് ശതമാനത്തിൻ്റെ ഭാഗത്ത് നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞതുപോലെ മുൻപ് ബോർഡൊക്കെ വെച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. സോ ആ ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരാൾ തന്റെ പ്രതിമാസ വരുമാനമായ 5000 രൂപയുടെ 45% ചിലവാക്കുന്നു എങ്കിൽ അയാളുടെ പ്രതിമാസ സമ്പാദ്യം എത്രയാണ്? ഓക്കെ, എന്താണ് ചോദ്യം? ഒരാൾ തന്റെ പ്രതിമാസ വരുമാനമായ 5000 രൂപയുടെ, അപ്പോൾ അയാളുടെ പ്രതിമാസ വരുമാനം തന്നിട്ടുണ്ട്, അതിന്റെ 45% ചിലവാക്കിയാൽ അയാളുടെ പ്രതിമാസ സമ്പാദ്യം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നമ്മൾ ശതമാനത്തിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഓർത്തിരിക്കുക. എന്താണ്? തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100% അതായത് ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതിമാസ വരുമാനം എന്ന് പറയുന്ന 5000 ആണ് എന്തെന്ന് പറയുന്നത്? 100% എന്ന് പറയുന്നത് അല്ലെ. 100% എന്ന് പറയുന്നത് എത്രയാണ്? 5000 ആണ്. അത് മനസ്സിലായല്ലോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 5000ന്റെ 45% ചിലവാക്കുന്നു. ഓക്കെ, 45% ചിലവാക്കിയാൽ ബാക്കി കിട്ടുന്നത് എന്താണ്? ബാക്കി എത്ര കിട്ടും? 45 പോയാൽ 100ൽ നിന്ന് 45 പോയാൽ ബാക്കി 55% എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ 55% ആയിരിക്കുമല്ലോ അയാളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സമ്പാദ്യം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന പൈസയുടെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ എത്ര നമ്മൾ ചിലവാക്കുന്നു, ആ ചിലവാക്കിയതിൽ കഴിച്ച് ബാക്കി കിട്ടുന്നതാണ് എന്ത്? നമ്മൾ മിച്ചം പിടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സമ്പാദ്യമാണ് കണ്ടുപിടിക്കേണ്ടത്. 55% അല്ലെ. 100%ന്റെ 45% ചിലവാക്കി ബാക്കിയുള്ളത് 55%. അപ്പോൾ അതാണ് എന്ത്? സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 55% കണ്ടുപിടിക്കണം. അപ്പോൾ 100% നമുക്ക് 5000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 55% കാണാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഓർമ്മയുള്ളവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. 100% 5000 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 50% കാണാലോ. 50% എത്രയാണ്? 100% എന്ന് പറയുന്നത് 5000. 100%ന്റെ പകുതിയല്ലേ 50%. അപ്പോൾ 5000ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 2500 ആണ് അല്ലേ. 2500 ആണ് 5000ന്റെ പകുതി. അപ്പോൾ 50% നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? 55 എന്ന് പറയുമ്പോൾ 50നോട് എത്ര കൂട്ടണം?
5% കൂടെ കൂട്ടണ്ടേ? അപ്പോൾ നമുക്ക് 5% കണ്ടുപിടിക്കണം അല്ലേ? 50% 2500 അങ്ങനെയാണെങ്കിൽ 5% എത്രയായിരിക്കും? 50 5 ആവണമെങ്കിൽ നമ്മൾ ഈ ഒരു 0 കളഞ്ഞു അല്ലേ? അതായത് 2500ന്റെ ഒരു 0 കളയുക അല്ലേ? അപ്പോൾ 50% 5% ആകുമ്പോൾ ഇവിടെ എന്താവും? 250 എന്ന് വരും അല്ലേ? 250. അപ്പോൾ 50% കണ്ടുപിടിച്ചു, 5% കണ്ടുപിടിച്ചു. അപ്പോൾ 55% എന്ന് പറയുമ്പോൾ എന്താണ്? 50%-ഓട് 5% കൂട്ടുക, അതായത് 2500-ഉം 250-ഉം കൂടെ കൂട്ടുക. അതായത് എത്രയായിരിക്കും ആൻസർ? 2750 ആയിരിക്കും അയാളുടെ പ്രതിമാസ സമ്പാദ്യം എന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പമാണ്. എന്താണ് തന്നിട്ടുള്ളത്? വരുമാനം തന്നിട്ടുണ്ട് അല്ലേ? ഒരാളുടെ പ്രതിമാസ വരുമാനം തന്നിട്ടുണ്ട്. ആ വരുമാനം നമ്മൾ 100% എടുത്തു അല്ലേ? 100% തന്നിരിക്കുന്ന വരുമാനം. അതിൽ 45% അയാൾ ചിലവാക്കി. ആ ചിലവാക്കിയത് പോട്ടെ, ആ ചിലവാക്കിയത് 100%-ൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് അയാളുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതായത് 55%. അപ്പോൾ 100% 5000 ആണെങ്കിൽ 50% 2500, 5% 250. 55% എന്ന് പറയുമ്പോൾ 50-ഉം 5-ഉം കൂടെ കൂട്ടി, അതായത് 2500-ഉം 250-ഉം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 2750 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 60% വർദ്ധിപ്പിച്ചതിന് ശേഷം 60% കുറച്ചാൽ ആ സംഖ്യയുടെ എത്ര ശതമാനം മാറ്റമുണ്ടാവും? ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു സംഖ്യ അതിൻ്റെ 60% വർദ്ധിപ്പിച്ചു, അതിനുശേഷം അതിൽ നിന്നും 60% കുറച്ചു. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ എത്ര ശതമാനം മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. കാരണം 60% വർദ്ധിപ്പിക്കുകയും ചെയ്തു, 60% കുറയ്ക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയുടെ 60% വർദ്ധിപ്പിച്ചു. ഇപ്പം 100 എന്ന് പറയുന്ന ഒരു സംഖ്യ 60% വർദ്ധിപ്പിച്ചാൽ എന്തായി? 160 ആയി. അതിനുശേഷം 60% കുറയ്ക്കുന്നത് എന്തിൻ്റെയാണ്? ഈ 160-ൻ്റെയാണ് 60% കുറയ്ക്കുന്നത്. അപ്പോൾ എന്താണ്? സെയിം ആകുമോ ആൻസർ? ഇല്ല. അപ്പോൾ അവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോൾ, അതായത് 60% വർദ്ധിപ്പിച്ചതിന് ശേഷം 60% കുറയ്ക്കുന്നു, അല്ലെങ്കിൽ 30% വർദ്ധിപ്പിച്ചതിന് ശേഷം 30% കുറയ്ക്കുന്നു, അങ്ങനെ ഒരേ ശതമാനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കേസ് തരുവാണെങ്കിൽ അവിടെ ഇക്വേഷൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് എത്ര ശതമാനമാണോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നത് അതിനെ 2 തവണ ഗുണിക്കുക. അതായത് 60 × 60 ചെയ്യുക. ഓക്കെ, 60 × 60 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ എന്തായി? നമ്മുടെ ആൻസറായി. ഓക്കെ, 60 × 60 ഡിവൈഡഡ് ബൈ 100. ഇവിടെ 60% വർദ്ധിപ്പിച്ച് 60% കുറച്ചതുകൊണ്ട് 60 എടുത്തു. ഇനി 30% ആണെങ്കിൽ 30 × 30/100, 20% ആണെങ്കിൽ 20 × 20/100 ചെയ്താൽ എന്തായി? ആൻസറായി. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ? 60 × 60 ഡിവൈഡഡ് ബൈ 100 ആണെങ്കിൽ നമുക്കറിയാം 0 ഇവിടെയും ക്യാൻസലായി പോയി, ഈ 0യും ക്യാൻസലായി പോയി. ബാക്കി എന്താ ഉള്ളത്? 6 × 6 എത്രയാണ്? 36%. ഇനി ചിലപ്പോൾ ഓപ്ഷനിൽ 36% വർധനവ്, കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ വർധനവാണോ കുറവാണോ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സെയിം ശതമാനം വർദ്ധിപ്പിച്ചതിന് ശേഷം കുറച്ചാൽ എന്ന് പറഞ്ഞു തരുന്ന എല്ലാ പ്രോബ്ലംസിലും കുറവാണ് വരിക. ഓക്കെ, അത് ഓർത്തിരിക്കുക. 36% കുറവാണ് ഉണ്ടാവുക. വർധനവ് എന്ന ഓപ്ഷനിലുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യരുത്. 36 എന്ന് കണ്ട ഉടനെ മാർക്ക് ചെയ്യരുത്. കുറവാണോ വർധനവാണോ എന്നുള്ളത് ഓപ്ഷൻ നോക്കിയിട്ട് വേണം ടിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ 36% കുറവാണ് ഉണ്ടാവുക. അടുത്ത ചോദ്യം നോക്കാം. 50 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് 20% നീളം വർദ്ധിപ്പിച്ചതിന് ശേഷം 10% നീളം കുറച്ചാൽ നീളത്തിലുള്ള വ്യത്യാസം എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, 50 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് 20% നീളം നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്? 60% വർദ്ധിപ്പിച്ചു, 60% തന്നെ കുറയ്ക്കുകയും ചെയ്ത കേസ് നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തു. 60 × 60/100 എന്ന് ചെയ്തു വെച്ചു അല്ലേ? ഇവിടെ 20% വർദ്ധിപ്പിച്ചു, ദെൻ 10% അതിൽ നിന്നും കുറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 50 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് 50 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് അതിൻ്റെ 20% വർദ്ധിപ്പിക്കുന്നു അല്ലെ? 20% വർദ്ധിപ്പിച്ചാൽ എന്ന് പറയുമ്പോൾ 50ൻ്റെ 20% എത്രയാണ്? 50ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 50ൽ നിന്ന് ഒരു 0 പോകുക, അതായത് 5. 50ൻ്റെ 10% 5 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എത്രയാണ്? 10 ആണ് അല്ലേ? അതിൻ്റെ ഇരട്ടിയല്ലേ? അപ്പോൾ 50ൻ്റെ 10% 5 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 50ൽ നിന്നും 50ൻ്റെ 20% വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ 50നോട് 10 കൂടും. 50നോട് 10 കൂടുമ്പോൾ എത്രയാവും? 60 ആയിട്ട് മാറും.
ഓക്കെ, അപ്പൊ 50 മീറ്റർ നീളമുള്ള ഇരുമ്പ് പൈപ്പ് 20% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 50-നൂടെ 10 കൂട്ടി 60 ഇനി എന്താണ് ചെയ്യുന്നത്? ദെൻ അതിനുശേഷം നീളം വർദ്ധിപ്പിച്ചതിന് ശേഷം 10% നീളം കുറച്ചാൽ, ഈ 60-ൽ നിന്നും 10% നീളം കുറയ്ക്കണം അല്ലെ, കുറയ്ക്കുമ്പോൾ നമുക്ക് താഴോട്ട് വരയ്ക്കാം. അപ്പൊ 60-ൽ നിന്നും 10% കുറയ്ക്കുമ്പോൾ, 10% കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 60-ന്റെ 10% എത്രയാണ്? ഒരു 0 കളഞ്ഞാൽ പോരെ. 60-ന്റെ 10% എന്ന് പറയുന്നത് 6 അപ്പൊ 60-ന്റെ 10% കുറച്ചാൽ എത്രയായി? 60-ൽ നിന്നും 6 പോയാൽ 54 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 54 മാറി. അങ്ങനെയാണെങ്കിൽ നീളത്തിലുള്ള വ്യത്യാസം എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, നീളത്തിലുള്ള വ്യത്യാസം എത്രയാണ്? ആദ്യം 50 ആയിരുന്നു, അത് പോയിട്ട് എത്രയായി? 54 മാറി. അപ്പൊ 4 അവിടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. 4 കൂടി. പക്ഷെ നമുക്ക് 4 എന്ന് ആൻസർ എഴുതാനായിട്ട് പറ്റില്ല, കാരണം എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. ഈ 4 എന്ന് പറയുന്നത് 50-ന്റെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? 4 ബൈ 50-ന്റെ 4 ആണ് അല്ലേ. അപ്പൊ 4/50 ഇൻറ്റു 100 ചെയ്താൽ എന്തായി? നമ്മുടെ ആൻസർ ആയി. അപ്പൊ എങ്ങനെ ചെയ്യാം? 0 0 ക്യാൻസലായി പോയി. ദെൻ 5 10-ൽ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ 2 ഇൻറ്റു 4 എത്രയാണ്? 8% ആണ് വരിക. ഓക്കെ, 8% കൂടുതലാണോ കുറവാണോ? 50 54 ആവാന്ന് പറയുമ്പോൾ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ 8% കൂടുതലാണ് ആവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ചെയ്തത്? 50 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് 20% കൂടുന്നു എന്ന് പറയുമ്പോൾ 50-ന്റെ 20% എത്രയാണ്? 50-ന്റെ 10% 5 അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 50-നോട് 10 കൂടുമ്പോൾ 60 മാറും. ദെൻ അതിൽ നിന്നും 10% നീളം കുറയ്ക്കണം. 10 എന്ന് പറയുന്നത് 10% നീളം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ട് വരച്ചു. 60-ന്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 6 അപ്പൊ 60-ൽ നിന്നും 6 പോയാൽ എത്രയായി? 54 അല്ലെ. കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 60-ൽ നിന്നും 6 പോയി 54 അങ്ങനെ ലാസ്റ്റ് 50 പോയി 54 അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 4 അപ്പൊ 4 എന്നല്ല ആൻസർ വരെ, നമ്മുടെ ശതമാനമാണ് കാണേണ്ടത്. അപ്പൊ 4 50-ന്റെ 4 എന്ന് പറയുന്നത് എത്രയാണ് അല്ലെ, എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. അപ്പൊ 4/50 ഇൻറ്റു 100 ചെയ്തു. നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 8%. ഇവിടെ 50 54 എന്ന് പറയുമ്പോൾ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ 8% കൂടുതലാണ് വരിക. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 23% കാണുന്നതിനു പകരം ഒരു കുട്ടി തെറ്റായി 32% കണ്ടപ്പോൾ ഉത്തരം 448 എന്ന് കിട്ടി. എങ്കിൽ ശരി ഉത്തരം എത്ര? ഓക്കെ, എത്രയാണ് കാണേണ്ടത്? 23% കാണേണ്ടത്. പക്ഷെ കണ്ടത് എത്രയാണ്? 32% കണ്ടു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 448 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ശരി ഉത്തരം എത്ര? ശരി ഉത്തരം എന്ന് വെച്ചാൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, അതായത് 23% നമുക്ക് കണ്ടെത്തേണ്ടത്. 32% തന്നിട്ടുണ്ട് അല്ലെ. 32% 448 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 1% കണ്ടുപിടിക്കാലോ. 32% 448. അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് എന്തായിരിക്കും? 448/32 ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെട്ടിച്ചെറുതാക്കാം അല്ലെ. 32 4 പോകുമല്ലോ. 4 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും. 4 4 1 പ്രാവശ്യം, ഇവിടെയും 1 പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം. അപ്പൊ 112/8 എന്ന് കിട്ടി. എന്ത്? 1%. അങ്ങനെയാണെങ്കിൽ 23% എത്രയായിരിക്കും? 1% 112/8. അങ്ങനെയാണെങ്കിൽ 23 ആവണമെങ്കിൽ 23 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ 23% എന്ന് പറയുന്നത് എന്താണ്? ഈ 1%-മായ 112/8-നെ 23 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കില്ലേ. 1% 23% ആവണമെങ്കിൽ 1-നെ 23 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ 112/8-നെ 23 കൊണ്ട് ഗുണിച്ചു അല്ലെ. അപ്പൊ നമുക്കിനി 8 ഇവിടെ വെട്ടിച്ചെറുതാക്കാം. 8 11-ൽ 1 പ്രാവശ്യം, ഒരു 8 8, ബാക്കി 3 ഉണ്ട്. 3ഉം ഇവിടെ 2 ഉണ്ട്. അപ്പൊ 32-ൽ 8 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 × 23 എന്ന് കിട്ടി. ഈ 14 × 23 എങ്ങനെയാണ് ഗുണിക്കുന്നത്? നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കാം അല്ലേ. 10 + 4 എന്ന് എഴുതാലോ 14-നെ × 23. അപ്പോൾ 23 × 10 എത്രയാണ്? 230 പ്ലസ് 23 × 4 എത്രയാണ്? 4 3 12, 4 2 8 9 92. അപ്പോൾ 230 പ്ലസ് 92 എന്ന് കിട്ടി അല്ലേ. 230ഉം 92ഉം കൂടെ കൂട്ടുമ്പോൾ 2 12 1 322 എന്ന് ആൻസർ കിട്ടി അല്ലേ. 322 ആണ് എന്ത്? ശരിയായ ഉത്തരം. അതായത് 23% എന്ന് പറയുന്നത് എത്രയാണ്? 322 ആണ്. എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ പറയാം. നമുക്ക്
അറിയേണ്ടത് എന്താണ്? 23% കാണേണ്ടിയിരുന്നത്. 32% കണ്ടപ്പോൾ കിട്ടിയ ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ 32% 448 അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് എന്താണ്? 448നെ 32 കൊണ്ട് ഹരിക്കുന്നതാണ്. നമ്മൾ ചെയ്തു, അതിനെ വെട്ടിച്ചുരുക്കിയിട്ട് 112/8 എന്ന് കിട്ടി. 1%. 1% 112/8 അങ്ങനെയാണെങ്കിൽ 23% എന്ന് പറയുന്നത് 1നെ 23 കൊണ്ട് ഗുണിക്കുന്നതാണ് 23%. അപ്പോൾ 112/8നെ എന്ത് ചെയ്യുക? 23 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ ചെയ്തു, വെട്ടിച്ചെറുതാക്കി ചെയ്തപ്പോൾ ആൻസർ എത്ര കിട്ടി? 322 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഒരു ലൈബ്രറിയിൽ 40% ഇംഗ്ലീഷ് ബുക്കുകൾ ഉണ്ട്. ബാക്കിയുള്ളതിൻ്റെ 50% മലയാളം ബുക്കുകളും ശേഷിക്കുന്നവ ഹിന്ദി ബുക്കുകളും ആണ്. അവിടെ 1500 മലയാളം ബുക്കുകൾ ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയിലെ മൊത്തം ബുക്കുകളുടെ എണ്ണം എത്ര? ചോദ്യം വായിക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് എഴുതിയിടാം അല്ലേ. ഒരു ലൈബ്രറിയിൽ 40% ഇംഗ്ലീഷ് ബുക്കുകൾ ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അല്ലെ. 40% ഇംഗ്ലീഷ് ബുക്കുകൾ ഉണ്ട്. ഇ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 40% ഇംഗ്ലീഷ് ബുക്കുകൾ ഉണ്ട്. ബാക്കിയുള്ളതിൻ്റെ 50%. ബാക്കിയുള്ളതിൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തം എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കുമല്ലോ. അതിൻ്റെ 40% ഇംഗ്ലീഷ് ബുക്ക്. അതിൻ്റെ ബാക്കി എന്ന് പറയുമ്പോൾ എത്രയാണ്? 100ൽ നിന്ന് 40 പോയാൽ ബാക്കി 60% അല്ലേ. ബാക്കിയുള്ളതിൻ്റെ, അതായത് 60%ത്തിൻ്റെ 50%. ഓക്കെ, ബാക്കി ഉള്ളതിൻ്റെ 50% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 60%ത്തിൻ്റെ 50% എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? മലയാളം ബുക്കുകളാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ 1500 മലയാളം ബുക്കുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ മലയാളം ബുക്കിൻ്റെ എന്താണ് എണ്ണവും തന്നിട്ടുണ്ട് അല്ലെ. 1500 മലയാളം ബുക്കുകൾ ഉണ്ടെങ്കിൽ മൊത്തം ബുക്കുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈസിയാണ് കണ്ടുപിടിക്കാം. എന്താണ്? 60%ത്തിൻ്റെ 50% 1500 ആണെന്ന് കിട്ടി അല്ലേ. ബാക്കിയുള്ളതിൻ്റെ 50% മലയാളം ബുക്ക് എന്ന് തന്നതിന് നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് 60%ത്തിൻ്റെ 50% എന്ന് പറയുന്നത് 1500 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? 60% എന്ന് വെച്ചാൽ 60/100 ഇൻറ്റു 50% എന്ന് പറയുമ്പോൾ 50/100. ഇങ്ങനെയാണ് 60%ത്തിൻ്റെ 50% എന്ന് പറയുമ്പോൾ എഴുതുക. ഓക്കെ, ഇപ്പോൾ 60%ത്തിൻ്റെ 30% എന്നാണെങ്കിൽ 60/100 ഇൻറ്റു 30/100 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ 60%ത്തിൻ്റെ 50% എന്ന് പറയുന്നത് 1500 എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി അല്ലേ. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. 0 0 ക്യാൻസലായി പോയി. 6 × 5 എത്രയാണ്? 30 അല്ലേ. 6 × 5 30/10 × 10 100. 30/100 എന്ന് പറയുന്നതാണ് 1500 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 30/100 എന്ന് പറയുന്നത് 1500 ആണെന്ന് വെച്ചാൽ എന്താണ്? 30% അല്ലേ. 30/100 എന്ന് വെച്ചാൽ 30% 1500 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് 10% കണ്ടുപിടിക്കാമല്ലോ. 30% 1500 അങ്ങനെയാണെങ്കിൽ 10% എന്ന് പറയുന്നത് എന്താണ്? 30% 10% ആണെങ്കിൽ 30നെ എത്ര കൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കണം. 30നെ 3 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 1500നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 500 എന്ന് കിട്ടും അല്ലേ. 1500നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 500. അപ്പോൾ 10% 500 അങ്ങനെയാണെങ്കിൽ 100%. മൊത്തം എന്ന് പറയുമ്പോൾ 100%. 100% എത്രയാണ്? 10% 100% ആണെങ്കിൽ ഒരു 0 കൂടണം. അപ്പോൾ 500ൻ്റെ ഒപ്പം ഒരു 0 കൂടി എത്രയാണ്? 5000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 100% എന്ന് പറയുന്നത് 5000 നമുക്ക് ഒന്നുകൂടെ പറയാം. 40% ഇംഗ്ലീഷ് ബുക്ക് ഒന്നും തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിൻ്റെ എന്ന് പറയുമ്പോൾ 60%ത്തിൻ്റെ 50% മലയാളം ബുക്കുകളുടെ എണ്ണം 1500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 60/100 ഇൻറ്റു 50/100 ഈക്വൽ ടു 1500. അതായത് 30/100 എന്ന് പറയുന്നത് എന്താണ്? 30% എന്ന് പറയുന്നത് 1500 അങ്ങനെയാണെങ്കിൽ 10% 500. 100% എത്രയാണ്? 5000 എന്നാണ് വരിക അല്ലേ. നമ്മളപ്പോൾ ഈ ടൈപ്പിൽ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5000 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ടെലിവിഷന്റെ വില 36,000 ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില 40,000 ആയാൽ വർധനവിൻ്റെ ശതമാനം എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 36,000 എന്ന് പറയുന്നതാണ് എന്ത്? ടി വിയുടെ വില എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഒരു ടെലിവിഷന്റെ വില 36,000 ആയിരുന്നു. അതായത് 100% എന്ന് പറയുന്നതാണ് എന്ത്? 36,000. ഓക്കെ, ഈ 36,000 എന്ന് പറയുന്നത് 40,000 ആയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 36,000 എന്ന് പറയുന്നത് 40,000 ആയാൽ 40,000 ആയാൽ ഇവിടെ എത്ര കൂടി? 36,000 40,000 ആകണമെങ്കിൽ ഇവിടെ 4000
കൂടിയിട്ടുണ്ട് അല്ലേ. 36,000 40,000 ആവണമെങ്കിൽ ഇവിടെ 4,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ 36,000 40,000 ആയാൽ വർധനവിൻ്റെ ശതമാനം, അതായത് ഈ 40,000 എന്ന് പറയുന്നതിൻ്റെ എന്താണ് 4,000 എന്ന് പറയുന്നതിൻ്റെ ശതമാനം, അത് എത്ര ശതമാനമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 36,000-ൻ്റെ എത്ര ശതമാനമാണ് 4,000 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കാണാം, 4,000 എന്ന് പറയുന്നത് 36,000-ൻ്റെ എത്ര ശതമാനമാണ്. ഓക്കെ, ഞാൻ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. 4,000 എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4,000 നമ്മൾ ആദ്യം എഴുതി. 4,000 എന്ന് പറയുന്നത് എത്രയുടെയാണ് ശതമാനം കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ശതമാനം എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ശതമാനം പറയുക. ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4,000 എന്ന് പറയുന്നത് 36,000-ൻ്റെ എത്ര ശതമാനം എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 4,000/36,000 ഇൻറ്റു 100 എന്ന് ചെയ്താൽ നമുക്ക് എന്തായി, ആൻസറായി. 4,000 എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്ന് കണ്ടെത്താൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, അവിടെ 0 3 0യും ക്യാൻസലായിപ്പോയി. 4/36 ഇൻറ്റു 100, 4 36 പോകുമല്ലോ അല്ലേ. എത്ര പോകും, 9 അല്ലേ. 4 ഒരു പ്രാവശ്യം 4-ൽ 36-ൽ 9 പ്രാവശ്യം പോകും. അപ്പോൾ 1/9 ഇൻറ്റു 100 എന്ന് കിട്ടി. 1/9 ഇൻറ്റു 100 എന്ന് വെച്ചാൽ എന്താണ്, 100 ഹരിക്കണം 9 അല്ലേ. 100/9 ആണ്. 100-നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക നമുക്ക് നോക്കാം. 100 ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും 100/9 എന്ന് വെച്ചാൽ എന്താണ്, ഒരു 9 9, 10-ന്ന് 9 പോയാൽ എത്രയാണോ 1. നമ്മൾ 0 ഇറക്കിയിട്ടു, ദെൻ എഗെയിൻ 9 വരും അല്ലേ. ഒരു 9 വീണ്ടും എന്താണ് 1 ബാലൻസ് വരും, പോവില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, ദെൻ എഗെയിൻ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. വീണ്ടും എന്താണ് വരിക, വീണ്ടും ഒരു 9 വീണ്ടും 10-ന്ന് 9 പോയാൽ 1 വരും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. 11.1111 പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ട് നിർത്തുക അല്ലേ. 11.11 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അതായത് 11.11% എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ എന്താണ് ചെയ്തത്, നമ്മൾ ഒരു ടെലിവിഷൻ്റെ വില തന്നിട്ടുണ്ട് അല്ലേ. അതാണ് ഒറിജിനൽ വാല്യൂ. ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, 100%. അപ്പോൾ ഇവിടെ 100% എന്ന് പറയുന്നത് 36,000 അത് എന്താണ് 40,000 മാറി. അതായത് 36,000 40,000 ആവണമെങ്കിൽ 4,000 കൂടണം. ആ 4,000 എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്ന് കണ്ടെത്തിയ പോരെ, അതാണ് വർധനവുണ്ടായ ശതമാനം. അപ്പോൾ 4,000 എന്ന് പറയുന്നത് എത്രയുടെ ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ശതമാനം കണക്കാക്കുക. അപ്പോൾ 4,000 എന്ന് പറയുന്നത് 36,000-ൻ്റെ എന്ന് പറയുമ്പോൾ 4,000/36,000 എത്ര ശതമാനമാണ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 100. അപ്പോൾ 4,000/36,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തു. 1/9 ഇൻറ്റു 100 എന്ന് കിട്ടി. നമ്മൾ ചെയ്തപ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത്, 11.11%. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ശതമാനം എന്ന് പറയുന്ന ഭാഗം ഏകദേശമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും ഇനിയുമുണ്ട് ശതമാനത്തിൻ്റെ ഭാഗത്ത് നിന്നും ഇത്രയും കൂടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസ്. അത് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.